ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ദ ടെററ്റ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക, ഓക്കെ, എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഗൈഡൻസ് ആണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതൊരു കളക്റ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. സോ ഈ ഒരു വീഡിയോയ്ക്ക് മുന്നിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് റെസൊണേറ്റ് ചെയ്യുന്ന വാക്കുകൾ ഉണ്ടാവും. പിന്നെ കഷ്ടപ്പെട്ട് ഈ വീഡിയോയ്ക്കകത്ത് ഫിറ്റ് ഇൻ ചെയ്യാൻ ശ്രമിക്കല്ലേ, നിങ്ങൾക്ക് ചേരുന്ന പോയിന്റ്സുകൾ മാത്രം എടുക്കുക, കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റീഡിംഗ് ബുക്ക് ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ക്രിസ്റ്റൽസ് സജഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ സജഷൻ ഉണ്ടെങ്കിൽ വീഡിയോക്ക് ഇടയ്ക്ക് ഞാൻ പറയുന്നതായിരിക്കും. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അതായത് ഇനി അടുത്ത് നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ച് ഇപ്പൊ നിങ്ങളുടെ ലവറോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ക്രഷോ ആരാണോ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ആ ഒരു ആവശ്യം എന്താണ്, അത് നിങ്ങൾ 3 പ്രാവശ്യം പറയുക. പറഞ്ഞിട്ട് ആ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം കാണുക. അപ്പൊ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം കാണുക. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇതിനകത്ത് ടെററ്റ് റീഡിംഗ്, ക്രിസ്റ്റൽ ഹീലിംഗ് ആൻഡ് മോട്ടിവേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നമുക്ക് റീഡിംഗിലേക്ക് പോവാം. നമുക്ക് എന്തൊക്കെ കാർഡ്സ് ആണ് കിട്ടുന്നത് എന്ന് നോക്കാം. ഒത്തിരി ആൾക്കാർക്ക് ടെററ്റ് റീഡിംഗ് എന്താണെന്ന സംശയമുണ്ട്, അങ്ങനെ എന്നോട് ചോദിക്കാറുണ്ട്. ടെററ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ എനർജി കണക്ഷൻ ആണ്. അതായത് നമ്മൾ എല്ലാവരും യൂണിവേഴ്സും ഒരു കൈൻഡ് ഓഫ് എനർജി വൈബ്രേഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ എനർജി വൈബ്രേഷനിൽ നിന്ന് നമുക്ക് കാർഡ്സ് വഴി എനർജീസ് എടുത്തിട്ട് കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതിനെ പ്ലസ് ഇൻറ്റ്യൂഷൻ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇൻറ്റ്യൂഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന, അതായത് നിയർ ഫ്യൂച്ചർ സംസാരിക്കാൻ പറ്റുന്ന, അതോടൊപ്പം തന്നെ നല്ല ഗൈഡൻസ് നമുക്ക് തരാൻ പറ്റുന്ന ഒരു ടൂളാണ് ടെററ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആർക്കും പഠിക്കാം, ആർക്കും തന്റെ തേർഡ് ചക്ര അവേക്കൻഡ് ആക്കിയാല് നിങ്ങൾക്ക് ടെററ്റ് റീഡിംഗ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പ്ലീസ് ഗൈഡൻസ്, ബട്ട് പ്രാക്ടീസിലൂടെയാണ് നിങ്ങൾക്ക് നല്ല റീഡിങ് കിട്ടുക. ഓക്കെ, പിന്നെ ഓരോ ടെററ്റ് റീഡറിനും ഓരോ സ്റ്റൈലായിരിക്കും റീഡ് ചെയ്യുന്നത്. പഠിച്ചതിന് ശേഷം നമ്മൾ നമ്മളുടേതായിട്ടുള്ള സ്റ്റൈൽ എന്താണ് എന്ന് കണ്ടുപിടിച്ച് ആ ഒരു രീതിയിൽ റീഡ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡൻസ്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പേജ് ഓഫ് പെന്റിക്കിൾസ്, the world card, and okay, Knight of Wands card, Hermit, 3 of Wands, okay, oh wow, so nice. ഇവിടെ വെക്കാം. ബോട്ടം ഓഫ് ദ ഡെക്കിൽ 2 of Pentacles എനർജി ആണ്, ആൻഡ് ഇറ്റ്സ് സോ നൈസ്. തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ പറയാം. നിങ്ങളുടെ വൈബ്രേഷൻ ആയിട്ട് എനിക്ക് കാണുന്നത്, നിങ്ങൾ വളരെ മെച്യൂർ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം വളരെയധികം മെച്യൂർ എനർജിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മെച്യൂർ എന്ന സോണിലായി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴും കൈൻഡ് ഓഫ് എ ചൈൽഡിഷ് എനർജിയാണ്. പക്ഷെ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം വെച്ചിട്ട് നിങ്ങൾക്ക് മെച്യൂർ ആയേ പറ്റുകയുള്ളൂ. മെച്യൂർ ആകാതെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ മെച്യൂർ അല്ല എന്ന് കണ്ടാൽ നിങ്ങളെ കടത്തി വെട്ടാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ കയറി നിങ്ങളെ ഭരിക്കാൻ മേ ബി ആൾക്കാരുണ്ടാകാം.
നിങ്ങളുടെ സിനേറിയോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വലിയ മുതിർന്ന ആൾക്കാർ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഇല്ലെങ്കിൽ പല റെസ്പോൺസിബിലിറ്റീസും ഭാരവും നമ്മൾ തന്നെ ചുമക്കേണ്ടി വരുന്നു. ഇപ്പോൾ വലിയവർ ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, മാരേജ്, അല്ലെങ്കിൽ നമ്മുടെ താഴെ ഇപ്പോൾ ആൾക്കാരുണ്ട്, നമ്മളെക്കാൾ പഠിക്കുന്ന അവരുണ്ടെങ്കിൽ അപ്പൊ അവരുടെ ഇങ്ങനെ ഒന്നുകിൽ നിങ്ങൾ റെസ്പോൺസിബിൾ ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റെസ്പോൺസിബിൾ മെച്ചോർ സ്റ്റേജിലേക്ക് എത്തി, ഇല്ലെങ്കിൽ നിങ്ങൾ ഇറ്റ്സെൽഫ് ഒരു ഒരു എന്താണ് ഒരു സാധാരണ ഒരു കുട്ടിയുടെ ഒരു ഡോട്ടർ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഫാദർലി ഫിഗർ അല്ലെങ്കിൽ ഒരു മദർലി ഫിഗറിന്റെ കടമകൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു വൈബ്രേഷൻ. അതായത് ആ ഒരു വൈബ്രേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മെച്ചോർ ഫേസിൽ നിൽക്കേണ്ടി വരുന്നു. ആൻഡ് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതിന്റെ റീസൺ അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഐ തിങ്ക് ഒന്നുകിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് കാണുന്നു, മേ ബി വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് കാണുന്നു, മേ ബി 2 to 3 ഇയേഴ്സോളം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ടോ കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു പൊസിഷൻ നിങ്ങൾക്ക് വേണം, നിങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം എന്റെ ഏജ് ഇത്രയൊക്കെ ആയില്ലെങ്കിൽ ഞാനിപ്പോ മറ്റുള്ളവരെ പോലെ തന്നെ, അല്ലെങ്കിൽ എന്റെ മറ്റുള്ളവരെല്ലാം സ്റ്റേബിൾ ആയി, ഇപ്പൊ ഞാനും സ്റ്റേബിൾ ആകണം. ഇപ്പൊ കരിയറിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ ലവ് ലൈഫിലാണെങ്കിലും ഇനിയിപ്പോ ഒരു ഭയങ്കര ഒരു ഇതാണ് എന്റെ അൾട്ടിമേറ്റ്, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ടത് എന്നൊരു തീരുമാനം എടുക്കേണ്ട സമയമായി. അല്ലെങ്കിൽ കൺഫേംഡ് ആണെങ്കിൽ ഞാൻ അതിലേക്ക് പോകാം, കൺഫേംഡ് അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിർത്താം. അങ്ങനെയുള്ള ഒരു മെച്യൂർ കൈൻഡ് ഓഫ് ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. മേ ബി നിങ്ങളുടെ സോഡിയാക് സൈൻ കാപ്രിക്കോണോ വെർഗോയോ ടോറസോ ആകാം. അവർക്കാണെന്ന് തോന്നുന്നു എനിക്കത് കുറച്ചും കൂടി റെസോണേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു ബർഡൻ ചുമക്കുന്ന ആൾക്കാരായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ സോഡിയാക് സൈനിലുള്ളവരാണ്. കാരണം ആ എനർജിയിലുള്ള ആൾക്കാർ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പ്രത്യേക ഒരു കഴിവുള്ള ആൾക്കാരാണ്. ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒത്തിരി വന്നിട്ടുണ്ട്, നിങ്ങളത് ഫേസ് ചെയ്ത് കേപ്പബിൾ ആണ്. ആൻഡ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞല്ലോ, ഈ സോഡിയാക് സൈനിലുള്ള ആൾക്കാർ ഓൾറെഡി മെച്യൂർ ആയി കാണണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്. മറ്റുള്ളവർ മേ ബി മെച്യൂർ അല്ലായിരിക്കാം, ഇമ്മെച്യൂർ ആണ്, എങ്കിലും പുറമേ മെച്യൂർ ആയിട്ട് ഒരു മാസ്ക് വെച്ച് പിടിച്ചു നിൽക്കുന്നതായിരിക്കാം. ഇപ്പൊ എന്നെ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, പക്ഷെ സ്പെസിഫിക്കലി 3 സോഡിയാക് സൈൻസ് എനർജി ഉള്ളത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതായത് പൊതുവേ നിങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവത്തിലുള്ളതല്ല, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്ന സ്വഭാവത്തിലുള്ളതായിരിക്കാം, ഇപ്പൊ വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇടയ്ക്കൊക്കെ ഇത് നിർത്തിയിട്ട് പോയാലോ കളഞ്ഞിട്ട് പോയാലോ എന്നെ കൊണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും സ്റ്റിൽ നിങ്ങളുടെ സോള് പറയുന്നത് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും, മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ യെസ്, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് നമുക്ക് കിട്ടും, നമ്മൾ മുന്നോട്ട് പോകൂ എന്ന ഒരു സോൾ പുഷ്, അല്ലെങ്കിൽ സ്വയം നമ്മൾ വഴികാട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എ വർക്ക് ചെയ്തില്ല നമുക്ക് പ്ലാൻ ബി നോക്കാം, നീ ധൈര്യമായിട്ടിരിക്കും എന്ന് പറയുന്ന ഒരു സോളാണ് നിങ്ങൾക്കുള്ളത്. ആൻഡ് ഓൾസോ ലിയോ സജറ്റേറിയസ് എനർജി ഉള്ളവരാണെങ്കിൽ, ഇഫ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു PSC ജോലിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് പോസിബിൾ ആകുമെന്നാണ് കാണുന്നത്. മെയിൻലി ലിയോ ആൻഡ് സജറ്റേറിയസ്. അതിപ്പോ കരിയർ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫ് പരമായിരിക്കാം. ബട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റിച്വൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗുണങ്ങൾ ട്രിഗർ ആകുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഗുണങ്ങൾ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യം ചെയ്തു, ആ കാര്യത്തിൽ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങി നോക്കുക. കാരണം ഓൾറെഡി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതിന്റെ കൂടെ നിങ്ങൾ പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് എനർജി കൊണ്ടുവരികയാണെങ്കിൽ അത് നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ സക്സസിനും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രോത്തിനും ഒത്തിരി മെച്ചമുണ്ടാക്കും. പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾസ്, അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഗൈസ്. പക്ഷെ അത് ഇപ്പോഴും നിങ്ങൾക്ക് തട്ടിമുട്ടി ഓക്കെ ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ ഫ്യൂച്ചറിൽ മേ ബി നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യത്തിൽ ഇത്രേ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഉള്ളൂവെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആലോചനകളൊക്കെ മേ ബി നിങ്ങളുടെ സോളിനെ
ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലേക്ക് ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ നെഗറ്റീവ് ആസ്പെക്റ്റിൽ ഈ ഒരു ട്രിഗറിങ് നിങ്ങൾ അതൊരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ ആക്കി മാറ്റി മുന്നോട്ടേക്ക് നീങ്ങണം എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ യൂണിവേഴ്സിന് വൈബ്രേഷനെ മനസ്സിലാവുള്ളൂ. അപ്പോൾ പോസിറ്റീവ്ലി നമ്മൾ ഇന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ്രേഷൻ വേറെയാണ്. അപ്പൊ അങ്ങനെയുള്ള വൈബ്രേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലേ നിങ്ങളുടെ ലവ് ലൈഫ് ആണെങ്കിലും നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് ആണെങ്കിലും അതിന് പെട്ടെന്നൊരു ഹൈക്ക് അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗ്രോത്ത് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മേ ബി ഈ വർഷം തുടങ്ങിയപ്പോഴാണോ അറിയില്ല, ബട്ട് കൈൻഡ് ഓഫ് എ ഹെൽത്ത് ഇഷ്യൂ നിങ്ങളെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വയ്യാതാകുന്ന ഒരു പ്രവണതയുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഹെൽത്തിന് അപ്സ് ആൻഡ് ഡൗൺസിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഗൈസ്. അത് നിങ്ങൾ സ്പിരിച്വലി കുറച്ച് നല്ല രീതിയിൽ നിങ്ങളെ പുഷ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഹാബിറ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതായത് ഹെൽത്തി ഫുഡ് അല്ലെങ്കിൽ ക്ലീൻ ഫുഡ് കഴിക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങളെ, അതായത് മോർ ഓവർ നിങ്ങൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡാണ് കണ്ടിന്യൂസ്ലി നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ മാറ്റിയിട്ട് ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്താണോ ഇടുന്നത് അതായിരിക്കും നമ്മുടെ ശരീരമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഹെൽത്തി അല്ല എങ്കിൽ ഇപ്പോ റെഗുലർലി നിങ്ങൾ കുളിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കുളിക്കത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് നിങ്ങളായിട്ടുള്ളൊരു ഹൈജീൻ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക. കാരണം ഈ ഒരു കൈൻഡ് ഓഫ് വർഷത്തിലെ എനർജി വൈബ്രേഷനിൽ നിങ്ങൾ മെന്റലി തന്നെ ഒത്തിരി കൈൻഡ് ഓഫ് സിക്ക് എനർജിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോ ഫിസിക്കലിയും നിങ്ങൾ സിക്ക് എനർജിയിലായി പോയാൽ അത് തരണം ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങളൊരു എക്സ്ട്രാ കെയർ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നിങ്ങൾ ഹെൽത്തില് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ മാനസികമായിട്ടുള്ള കൈൻഡ് ഓഫ് എനർജി അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അത് പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം മെന്റലി നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മളുടെ ഹെൽത്തും കൂടി ഡൗൺ ആണെങ്കിൽ നമ്മൾ ഡിസ്ട്രോയിഡ് ആയി പോകും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഈ സെയിം ഫ്രീക്വൻസിയിൽ ഇരിക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഫ്രീക്വൻസിയിൽ നിങ്ങൾ വീണ്ടും പോയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് കരകയറാൻ ആദ്യം നമ്മുടെ ഹെൽത്തിനെ പിക്കപ്പ് ചെയ്തെടുക്കുക എന്നതാണ്. ഇപ്പൊ എല്ലാവരുടെ ലൈഫും ഒരു റോളർ കോസ്റ്റർ പോലെ തന്നെയാണ്, അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡൗൺ അല്ലെങ്കിൽ നമുക്ക് പറ്റിപ്പോകുന്ന വീഴ്ചകൾ എന്താണ്? ഇപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, നമ്മുടെ കരിയറിലാണെങ്കിലും ശരി, നമ്മുടെ ഫാമിലി ലൈഫിലാണെങ്കിലും ലവ് ലൈഫിലാണെങ്കിലും ശരി, എവിടെയാണ് നമ്മുടെ വീഴ്ചകൾ എന്ന് യൂണിവേഴ്സ് പലപ്പോഴും നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ഉള്ളത് ട്രിഗർ ആവുന്നില്ല, നമുക്കത് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇപ്പോ നിങ്ങൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ കണക്കുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ 1-2 ദിവസം നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും ഉണ്ട് എങ്കിൽ നിങ്ങൾ റെസ്റ്റ് തന്നെ എടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത് നിങ്ങളുടെ മടിയല്ല, അതും ഒരു കൈൻഡ് ഓഫ് മെന്റൽ ഹീലിംഗ് പ്രോസസ് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയാണ്, എന്നും മടിപിടിച്ചിരിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ്ലി കോൺസ്റ്റന്റ്ലി എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഒന്നിനും ഒരു മൂഡില്ലാതിരിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ സ്പിരിച്വലി ക്ലോസ് ആവുക, നിങ്ങളെ ഒന്ന് റീചാർജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി ആ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അപ്പോൾ അങ്ങനെയുള്ള ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബോഡിയിലേക്ക് കുറച്ചും കൂടി നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുക, സെൽഫ് കെയർ ചെയ്യുക. അതിന്റെ റീസൺ, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വരുന്നതിന്റെ റീസൺ എന്താ വെച്ചാൽ, ഒന്നുകിൽ മേ ബി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൈൻഡ് ഓഫ് കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയിട്ടുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ ലവ് ലൈഫിലുള്ള പേഴ്സൺ, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ കൂടുതൽ കൊളീഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ ആരോ ആവട്ടെ, ഇവര് കോൺസ്റ്റന്റ്ലി നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാർ നിങ്ങളുടെ എനർജിയെ വലിച്ചെടുക്കുന്ന എനർജി സക്കിംഗ് വാമ്പയേഴ്സ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ടും നമ്മുടെ എനർജീസ് ഡ്രെയിൻ ആവും. അപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ നമ്മുടെ ലവ് ലൈഫിൽ ഉഷാറില്ല, നമ്മുടെ കരിയറിൽ ഉഷാറില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് ആസ്പെക്റ്റിലും നിങ്ങൾക്ക് ഉഷാറില്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടത് ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗൈസ്, അത് നിങ്ങൾ അൺചാർജ്ഡ് ആയതുകൊണ്ടാണ്, നിങ്ങൾ ചാർജ്ഡ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒബ്സ്റ്റക്കിൾസിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരണം ചെയ്യാൻ സാധിക്കും, പക്ഷെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങൾ ഡെസ്പാണ്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എങ്കിൽ സെൽഫ് ലവ് ചെയ്യുക, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ ഗോ ഫോർ എ വാക്ക്. ഒരു ദിവസം നിങ്ങൾ പ്രകൃതിയോട് അങ്ങ് ഇറങ്ങിച്ചെന്ന് നടക്കുക കുറച്ച്, അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും മൈൻഡ് റിലാക്സ് ആവുന്ന ഓരോ രീതിയിലാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെയാണ്, അതായത് നേച്ചറിനോട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ഞാൻ പെട്ടെന്ന് ചാർജ്ഡ് ആവുന്നത്. മിക്ക ആൾക്കാർക്കും അങ്ങനെയാണ്. പക്ഷെ ചില ആൾക്കാർ പറയുന്നു ബുക്ക് വായിക്കുമ്പോഴാണ് ചാർജ്ഡ് ആവുന്നത്, ചില ആൾക്കാർ പറയുന്നു ജിമ്മിൽ പോകുമ്പോഴാണ് ചാർജ്ഡ് ആകുന്നതെന്ന്.
അങ്ങനെ അങ്ങനെ ഓരോ ആൾക്കാരുടെ കംഫർട്ട് സ്പേസ് ഓരോന്നാണ്. എന്താണെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള ചാർജിങ് എന്തായാലും നമുക്ക് ഓക്കെ അല്ല. ചില ആൾക്കാർ പറയും ഞാൻ കുറെ എന്താണ് എന്റർടൈൻമെന്റ് വീഡിയോസ് കാണുമ്പോഴും അല്ലെങ്കിൽ കുറെ റീൽസ് മാറ്റുമ്പോഴും ഒക്കെയാണ് എനിക്ക് റിലാക്സേഷൻ കിട്ടുന്നത്. അതൊരിക്കലും ഒരു റിലാക്സേഷൻ അല്ല. നമ്മുടെ ബോഡി അപ്പോൾ ഒരിക്കലും റിലാക്സ്ഡ് ആകുന്നില്ല. ഓക്കെ, മെന്റലി നമ്മൾ ആ കാണുന്ന കാര്യത്തിൽ സ്ട്രെസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആവുന്നില്ല. നിങ്ങളുടെ ബോഡി റിലാക്സ് ആവാനാണെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യൂ, യോഗ ചെയ്യൂ, ഒരു വാക്കിന് പോകൂ, ഇല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൈൻഡ് ഓഫ് മെഡിറ്റേറ്റീവ് സോണിലേക്ക് പോവുകയാണ്. ഇത്രയും വഴികളാണ് കേട്ടോ നമുക്ക് എന്താണ് നമ്മുടെ ഹീലിംഗ്. ഇല്ലെങ്കിൽ അമ്പലത്തിലോ നിങ്ങൾ എവിടെയാണോ എന്താണ് ആ ഒരു കാം മൈൻഡ്, ഇപ്പൊ ചർച്ചിലാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാവും, ചെന്നിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹീലിംഗ് എഫക്റ്റ് വരും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഹീലിംഗ് സ്പേസിലേക്ക് പോവുക. സോഷ്യൽ മീഡിയ ഒരിക്കലും ഒരു ഹീലിംഗ് ഇഫക്റ്റ് അല്ല. കാരണം റീസെന്റ് ഞാൻ ഒരു റീഡിംഗ് എടുത്തപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഹീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കാൻ പറയുമ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ ഇല്ല റീൽസ് സ്ക്രോൾ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ആനന്ദം, സന്തോഷം പകരുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അത് തെറ്റാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ എനർജിയെ സക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ എനർജിയെ പ്രൊഡക്റ്റീവ് ആയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ചുമ്മാ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അവൈലബിൾ ആണ്. നമ്മളെ പോസിറ്റീവായിട്ട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, നെഗറ്റീവായിട്ട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ഒരു വ്യക്തി ഇറ്റ്സെൽഫ് നിങ്ങളോട് വന്ന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് എനർജി, അത് നമ്മളെ ബോധവൽക്കരിക്കുന്നതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇല്ല തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അല്ലാതെ നെഗറ്റീവ് ആസ്പെക്ട് നമ്മുടെ സൊസൈറ്റിയിൽ കൊടുക്കുന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടാല് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കണ്ടു അതങ്ങ് കളഞ്ഞു, അതെന്നെ യാതൊരു രീതിയിലും ഇമ്പാക്ട് ചെയ്യുന്നില്ല എന്ന്. പക്ഷേ നിങ്ങൾ നിരന്തരം അത് കാണുന്നതോടുകൂടി ആ ഒരു വൈബ്രേഷനിൽ നിങ്ങളുമായി തീരും. അതിൽ നിങ്ങൾ സ്ട്രെസ്ഡ് ആവും. അപ്പോൾ നിങ്ങളുടെ താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കണ്ടു പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരോ ഒക്കെ നിങ്ങളുടെ ഈ ഒരു വൈബ്രേഷൻ കണ്ട് ആ വൈബ്രേഷൻ അവർക്കും ലഭിക്കും. എന്നിട്ട് അവർക്ക് ലഭിക്കുന്ന ആ കാര്യം തിരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഇതെന്താ ഇങ്ങനെ ആൾക്കാർ എൻ്റെ അടുത്ത് ആക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അതുകൊണ്ട് നമ്മളിലേക്ക് വന്ന് ചേരുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസും ആൾക്കാരുടെ സ്വഭാവങ്ങളും ആൾക്കാരുടെ ആങ്കറും അഗ്രഷനും ഒക്കെ ഒരു പരിധിവരെ നമ്മൾ സർക്കുലേറ്റ് ചെയ്ത് വിടുന്നതാണ്, അല്ലെങ്കിൽ ഒരു 5 to 6% എങ്കിലും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എന്നും കൂടി മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എനർജി വളരെ നീറ്റും ക്ലീനും ആയിരിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന എനർജി വളരെ നീറ്റും ക്ലീനും ആയിരിക്കും. അതുപോലെ തന്നെ ക്ലിങ്കിങ് ടു ദ പാസ്റ്റ്, നമുക്ക് ഓഷോസൻ കാർഡ് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു വാക്കാണ് ക്ലിങ്കിങ് ടു ദ പാസ്റ്റ് എന്ന്. നിങ്ങൾ പലരും ഇപ്പോഴും നിങ്ങളുടെ പാസ്റ്റ് ട്രോമയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പിലോ നല്ലൊരു കരിയറിലോ നല്ലൊരു മാരേജിലേക്കോ പോകാൻ സാധിക്കുന്നില്ല. അതുപോലെ മെറ്റീരിയൽ റീസൺസ് നിങ്ങളെ വല്ലാണ്ട് ഇതാക്കുന്ന പോലെ, അതായത് ലുക്കില്ല, പൈസ ഇല്ല എന്നതും നിങ്ങൾക്കൊരു വലിയ ഡിസപ്പോയിന്റ്മെന്റ് ആണ്. അതുപോലെ ഞാനിപ്പോ പുറത്ത് ഒരാളോട് സംസാരിക്കുന്നത് ശരിയല്ല, എന്നെ കാഴ്ചയിൽ കൊള്ളില്ല, എനിക്ക് പെരുമാറാൻ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ശരിക്കും എന്റെ പല്ല് പുറത്ത് കാണും, ഇങ്ങനത്തെ രീതിയിൽ ഒത്തിരി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ളത്. ആൻഡ് ഗൈസ്, ഈ ഒരു കൈൻഡ് ഓഫ് സിനേറിയോ അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് നിങ്ങളിൽ കാണുന്നത്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്കിൽ 2 of Cups ആയതുകൊണ്ട് തന്നെ മേ ബി റിലേഷൻഷിപ്പിൽ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ സംസാരിച്ച നിങ്ങളുടെ കൈൻഡ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൈൻഡ് ഓഫ് എനർജിയാണ്. ആൻഡ് നമ്മുടെ ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 2 of Cups കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആരായിരിക്കും നമ്മുടെ ലൈഫിൽ വരുന്നത്? നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി വെയിറ്റിംഗ് ആണെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് എനർജി വർത്ത് ആണോ അല്ലയോ എന്നൊക്കെ ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കാം. ആൻഡ് ഗൈസ്, നിങ്ങളുടെ എനർജി ബാലൻസ്ഡ് ആക്കാൻ നിങ്ങൾക്ക് ടൈഗർ ഐക്ക് പോകാവുന്നതാണ്. നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് കോൺഫിഡന്റ് ആവാൻ, കുറച്ചും കൂടി ഒന്ന് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് ഗോ ഫോർ ടൈഗർ ഐ ക്രിസ്റ്റൽസ്. അത് വളരെ നല്ലതായിരിക്കും. ഞാൻ വേണമെങ്കിൽ ടൈഗർ ഐ കാണിച്ചു തരാം നിങ്ങൾക്ക്. ടൈഗർ ഐ ക്രിസ്റ്റൽ ഇടുന്നത് വളരെ നല്ലതാണ്. ദിസ് ഇസ് ടൈഗർ ഐ. ഇത് ടൈഗർ ഐ ക്രിസ്റ്റൽ ആണ്. കോൺഫിഡൻസിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യും, നമ്മുടെ സോളാർ പ്ലെക്സസ് കൈൻഡ് ഓഫ് എനർജിയും ബാലൻസ് ചെയ്യാൻ ടൈഗർ ഐ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഓക്കെ, നിങ്ങൾ
എനിക്ക് തോന്നുന്നു സർട്ടൻ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ആൻഡ് ഒന്നുകിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൈൻഡ് ഓഫ് എനർജി കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകത്തില്ല എന്നൊരു വൈബ്രേഷനിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ എനർജിയിൽ ഒരു തേർഡ് പാർട്ടി കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നത് സംബഡി ഈസ് കമ്മിങ് ബാക്ക്, അതായത് നിങ്ങളുടെ അടുത്തേക്ക് ചില ആൾക്കാർ തിരിച്ചു വരാൻ താല്പര്യപ്പെടുന്നു. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു യൂണിയൻ പോസിബിൾ ആണ് എന്ന് കാണുന്നുണ്ട്. ഇല്ല, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് നീങ്ങാനാണ് താല്പര്യപ്പെടുന്നത് എങ്കിൽ എനിക്ക് തോന്നുന്നത് someone new is coming to your life. ഓക്കെ, കാരണം കണ്ടോ, ഒരു ടവർ മൂവ്മെന്റിന് ശേഷം മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മേ ബി നിങ്ങളുടെ ഗൈഡ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. ബട്ട് ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചർ ഇല്ല എന്ന രീതിയിൽ വിശ്വസിച്ചാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ന്യൂ കൈൻഡ് ഓഫ് കണക്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മേ ബി അതൊരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് തുടങ്ങുന്ന കൈൻഡ് ഓഫ് കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, ലവ് ലൈഫിലാണ് എങ്കിൽ ഒരു ചാൻസും കൊണ്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലവ് ലൈഫിൽ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ദർ ഇസ് സംവൺ, ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും. ആൻഡ് ആ ഒരു പേഴ്സൺ നിങ്ങളെ ആ ഒരു കൈൻഡ് ഓഫ് ന്യൂ അബണ്ടന്റ് അനുഭൂതിയിലേക്ക്, പ്രണയത്തിന്റെ പുതിയൊരു അബണ്ടന്റ് അനുഭൂതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ, നിങ്ങളുടെ സ്റ്റക്ക് ആയിരുന്ന ആ ഒരു സൈക്കിൾ പുതിയ ഒരു എനർജിയിലേക്ക് കൊണ്ടുവരുന്നത് പോലെയാണ് എനിക്കത് കാണുന്നത്. ആൻഡ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എംപ്രസ് എനർജിയിൽ ഇരിക്കുന്ന ഒരു ആളായിരിക്കാം എന്നും കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര നാൾ അമിതമായി സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങളൊന്നും തന്നിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു പേഴ്സന്റെ കം ബാക്ക് അല്ലെങ്കിൽ യൂണിയൻ പോസിബിൾ ആണ്. മേ ബി നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ, അല്ലെങ്കിൽ മേ ബി നമ്മൾ നേരത്തെ സംസാരിച്ച ആ ഒരു ഫ്രീക്വൻസിയിലും വൈബ്രേഷനിലും നിങ്ങൾ ഇട്ടേച്ചിട്ട് പോയ ഒരു വ്യക്തി ആയിരിക്കാം ഈ പേഴ്സൺ. മേ ബി ഈ പേഴ്സൺ കോൺസ്റ്റന്റ്ലി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഫോർ സം ഈ ഒരു പേഴ്സൺ കൈൻഡ് ഓഫ് എ ലെസ്റ്റ് എനർജിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ ഫിസിക്കൽ എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. അത് വളരെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയാണ്. പക്ഷെ ഒരു ലെസ്റ്റ് കൈൻഡ് ഓഫ് എനർജി വേണം, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം. ബിക്കോസ് നിങ്ങളിൽ അവർ ഭയങ്കര അട്രാക്റ്റഡ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വരുന്ന വൈബ്രേഷനും കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ ഏറ്റവും കൂടുതൽ നന്നായി കാണിക്കുന്നത് നമുക്ക് കിട്ടിയത് തന്നെ 2 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ കണ്ടു. അതുകൊണ്ട് തന്നെ ലവ് ലൈഫിൽ ഒത്തിരി ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് റീയൂണിയൻ എനർജി, അല്ലെങ്കിൽ ഫോർ ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതിനകത്ത് തേർഡ് പാർട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഫോർ സിംഗിൾസ് ന്യൂ കൈൻഡ് ഓഫ് എനർജി അല്ലെങ്കിൽ ന്യൂ ലവ് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്ന വൈബ്രേഷൻ ആയിട്ട് കാണുന്നത്. ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് നിങ്ങളുടെ ലവ് ലൈഫിലുള്ളത്. മേ ബി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ റിച്വൽ കൈൻഡ് ഓഫ് എനർജി വന്നോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം നിങ്ങൾ സർട്ടൻ പെയിനിലായിരിക്കാം. മേ ബി അത് നിങ്ങളുടെ ഒരു കാർമിക് റിലേഷൻ ആയിരിക്കാം. ആ ഒരു കാർമിക് റിലേഷൻ ഡിറ്റാച്ച് ആയി പോയാൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒറിജിനലി നിങ്ങൾ വിശ്വസിച്ചിരുന്ന നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളായിരിക്കാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒരു കാർമിക് റിലേഷനിൽ സ്റ്റക്ക് ആയി നിന്നിട്ട് ഇതാണ് എന്റേത് എന്ന രീതിയിൽ നിങ്ങൾ കരയുന്നുണ്ടായിരിക്കാം, വിഷമിക്കുന്നുണ്ടായിരിക്കാം. ബട്ട് ഇപ്പോ ഒരാൾ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് ഡിറ്റാച്ച്ഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല കൈൻഡ് ഓഫ് വൈബ്രേഷൻ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷൻ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും എനിക്കിനി വേറെ ആരും പറ്റത്തില്ല. ഓക്കെ, ഈ പറയുന്ന നിങ്ങൾ ആഫ്റ്റർ 6 months തീർച്ചയായിട്ടും ഒരു പുതിയ കണക്ഷനിലേക്ക് ചെന്നെത്തിച്ചേരും, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾ അതിലേക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ അടുത്തെത്തിക്കും. കാരണം നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ച ഈ ഒരു ട്രോമ എന്നത് നിങ്ങളുടെ കർമ്മയായിരിക്കാം. ആ കർമ്മ കഴിഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ലവ് കണക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ സിംഗിൾസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 6 months ദർ ഇസ് സംവൺ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട് എന്ന കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആണ് കാണുന്നത്. ഇപ്പൊ നിങ്ങളുടെ മാരേജ് ലൈഫിൽ സ്റ്റക്ക് ആണെങ്കിലും ദർ ഇസ് എ ചാൻസ് ഈ ഒരു വർഷമോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തോ മാരേജിലേക്ക് നിങ്ങൾക്കൊരു പോസിറ്റീവ് ആസ്പെക്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കാര്യം നിങ്ങളുടെ മാരേജിലേക്ക് ഒരു പോസിറ്റീവ് സൈൻ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലവ് ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു പുതിയ ചാപ്റ്റർ അല്ലെങ്കിൽ a ന്യൂ ജേർണി ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻഗേജ്മെന്റോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ മാരേജ് കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ ആ യൂണിയൻ കൈൻഡ് ഓഫ് എനർജി കാണുന്നുണ്ട്. ആൻഡ് കുറച്ച് ആൾക്കാർക്കൊക്കെ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന വ്യക്തി തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്ന, മേ ബി നിങ്ങളുടെ കോളേജ് ഫ്രണ്ട് ആണോ അറിയില്ല, മേ ബി നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം. ഗെറ്റ് ടുഗദറിലോ യൂണിയനിലോ വെച്ച് നിങ്ങൾ കാണുകയും പിന്നെ തിരിച്ച് വീണ്ടും നിങ്ങൾ യൂണിയൻ കൈൻഡ് ഓഫ് എനർജി, അല്ലെങ്കിൽ ഒരുമിക്കുന്ന എനർജിയിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നിരിക്കാം, അത് അപ്പോൾ സാധിച്ചില്ല. മേ ബി ഇൻ ദിസ് ഇയർ അത് പോസിബിൾ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. മെയിൻലി എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ മേ ബി നിങ്ങളുടെ അടുത്ത് ഉള്ള ആളായിരിക്കില്ല. മേ ബി
വളരെ ദൂരെയുള്ള ആളായിരിക്കാം. മേ ബി ഈ ഒരു പേഴ്സണെ കാണാൻ നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടി വരാം. ആൻഡ് ഈ ഒരു വ്യക്തി ഹി ഓർ ഷീ 5 ഫീറ്റോ അതിന് മുകളിലോ ഹൈറ്റ് ഉള്ള ഒരാളായിരിക്കാം. ഒത്തിരി ഹെയർ ഉള്ള ആയിരിക്കില്ല, നോർമൽ അല്ലെങ്കിൽ മീഡിയം ലെങ്ത് ഹെയർ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം. മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ ഗാദറിങ് അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറിനായിരിക്കാം ഈ ഒരു പേഴ്സണെ നിങ്ങൾ പരിചയപ്പെടുന്നത്. മുമ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഇല്ലായിരിക്കാം. പക്ഷെ നിങ്ങളൊരു ഗെറ്റ് ടുഗദറിലായിരിക്കും നിങ്ങളുടെ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മേ ബി ആസ് എ ഫ്രണ്ട് വഴിയായിരിക്കും നിങ്ങൾ പരിചയപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ ഇറ്റ്സെൽഫ് പരസ്പരം ഫ്രണ്ട് ആകുമായിരിക്കും. ആഫ്റ്റർ ദാറ്റ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. ഓൾറെഡി മേ ബി ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ഇഫ് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് എനർജി വൈബ്രേഷനിലായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ റീച്ച് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ത്രൂ സോഷ്യൽ മീഡിയ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടുക. മേ ബി ഈ ഒരു പേഴ്സൺ കൈൻഡ് ഓഫ് സ്റ്റാൻഡേർഡ് നിറങ്ങൾ മാത്രം ധരിക്കുന്ന, അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ അങ്ങനത്തെ കളർ മാത്രം ധരിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ റോസസിനോട് താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വൈറ്റ് കളർ ഫേവറേറ്റ് കളർ ആയിട്ടുള്ള അങ്ങനത്തെ ട്രൈബ്സ് ഉള്ള, അല്ലെങ്കിൽ സിംഗിൾ പാറ്റേണിൽ ഡ്രസ്സ് ഇടുന്ന, ഒത്തിരി പ്രിന്റഡ് ഡ്രസ്സുകൾ ഇടാൻ താല്പര്യപ്പെടാത്ത വ്യക്തിയായിരിക്കാം. ഓൾറെഡി ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ഒരു കണക്ഷൻ നിങ്ങൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. മേ ബി ആ ഒരു മീറ്റിംഗ് അവസരത്തിൽ ആ പേഴ്സൺ കൈൻഡ് ഓഫ് എ ഫോർമൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ മേ ബി സിംഗിൾ ടോണ്ടഡ് ആയിട്ടുള്ള വസ്ത്രം ധരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹാപ്പിനെസ് ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഹാപ്പിനെസ് ആയിരിക്കും ഈ ഒരു വ്യക്തി. കാരണം തുടക്കത്തിൽ, അല്ലെങ്കിൽ മേ ബി മുമ്പ് നിങ്ങൾക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ അത്രത്തോളം ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൊമെന്റ് ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആഫ്റ്റർ ദാറ്റ് അതുപോലത്തെ ഒരു അനുഭവം, അല്ലെങ്കിൽ ഇറ്റ്സ് എ സെക്കൻഡ് ടൈം ഫീലിംഗ് ആയിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മേ ബി നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലത്തെ ആ ഒരു മെച്ചുവർ ഫേസിലേക്ക് നിങ്ങൾ കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അബണ്ടൻസ് തീർച്ചയായിട്ടും ലഭിക്കും. അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് വെറും ഒരു അബണ്ടൻസ് അല്ല, അയാളുടെ കർമ്മഫലം കൊണ്ടാണ് അയാൾ ആ ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് ആ ഒരു അത്രയും സ്റ്റെബിലിറ്റിയിൽ ഇരിക്കുന്നത്. ഇതിനകത്ത് ഇയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ട്, ഇയാൾക്ക് നല്ലൊരു വീടുണ്ട്, ഇയാൾക്ക് നല്ലൊരു ഫെയിം ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ ഉണ്ട്. ഓഫ് കോഴ്സ് ഈ ഒരു പേഴ്സണ് നല്ലൊരു ലവ് ലൈഫ് ഉണ്ടായിരിക്കാം. ജീവിതത്തിലെ എല്ലാ ആംഗിളിലും വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് കിങ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുന്നത്. ആ ഒരു കൈൻഡ് ഓഫ് കിങ് ഓഫ് പെന്റിക്കിൾസ് വൈബ്രേഷൻ നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ്. ആൻഡ് ഈവൻ നിങ്ങളുടെ കർമാസ് ക്ലിയർ ആണ് എങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷൻ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാൻ പോവുകയാണ് വിത്തിൻ 10 months. ഓക്കെ, അങ്ങനത്തെ വൈബ്രേഷൻ ആണ് ഇത് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വിഷ് എന്താണോ അത് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള വിഷ്, നിങ്ങളുടെ ഇഷ്ടമുള്ള വ്യക്തിയോടൊപ്പം ജീവിക്കാനുള്ള നിങ്ങളുടെ വിഷ്, അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും ഓട്ടോഗ്രാഫ് മേടിക്കാനുള്ള ലിസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ ലിസ്റ്റ് ഉണ്ടായിരിക്കും, ആ ലിസ്റ്റ് ഫുൾഫിൽ ചെയ്യാനുള്ള വിഷ്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകണമെന്നുള്ള ആഗ്രഹമാണോ, അങ്ങനെ IPS ആകണം എന്നുള്ള ആഗ്രഹമാണോ, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ബ്ലോഗർ ആകണമെന്നുള്ള ആവശ്യമാണോ, വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾ അതിന് പരിശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു വിഷ് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്? നമുക്ക് ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ജഡ്ജ്മെന്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചോദിക്കുന്നു അത് നമ്മളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യും. നമുക്ക് കിട്ടുന്ന അബണ്ടൻസിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിനുവേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കിട്ടിയ കാർഡ്സിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വൈബ്രേഷനും സന്തോഷവും തോന്നിയത് ജഡ്ജ്മെന്റ് കാർഡ് കിട്ടിയപ്പോഴാണ്. അതായത് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഉടനടി നമുക്ക് സാധിച്ചു തരും. ഇപ്പോൾ ചില ആൾക്കാർ പറയും, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ 4 ദിവസം പ്രാർത്ഥിച്ചു, ഞാൻ 5 ദിവസം പ്രാർത്ഥിച്ചു, ഞാൻ 21 ദിവസം പ്രാർത്ഥിച്ചു, എന്നിട്ടും എന്റെ കാര്യം നടന്നില്ലല്ലോ എന്ന്. ലുക്ക്, നിങ്ങൾ മാത്രമല്ല മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഒത്തിരി ആൾക്കാർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഒരു പൊസിഷന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിച്ചോ. ഓക്കെ, ആ പൊസിഷനിൽ ഓൾറെഡി ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് ആ പൊസിഷനിൽ, അല്ലെ? അപ്പോ ആ ഒരു വ്യക്തി അതിനേക്കാൾ നല്ലൊരു പൊസിഷനിൽ അവന്റെ കർമ്മ അനുസരിച്ചിട്ടുള്ള പൊസിഷനിൽ അവൻ ചേരുമ്പോൾ മാത്രമേ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവൂ, അല്ലെ? അപ്പൊ അവിടെ ആ വേക്കൻസി ഉണ്ടാകുമ്പോഴല്ലേ നിങ്ങൾക്ക് അവിടെ ഇരുത്താൻ സാധിക്കൂ. നിങ്ങളെ പോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാ കൈൻഡ് ഓഫ് എനർജീസും യൂണിവേഴ്സിന്
സ്പെഷ്യൽ തന്നെയാണ്. എല്ലാവരും ഒരുപോലെ തന്നെ മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന മാത്രം കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന ഇതാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരാൻ എത്രത്തോളം ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ അത്രത്തോളം കൈൻഡ് ഓഫ് സമയം നിങ്ങൾക്ക് എടുക്കും. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഒരു കാര്യത്തിന് വിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. കാരണം നിങ്ങളുടെ പ്രാർത്ഥനകൾ യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട്. അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ആൻഡ് അബണ്ടൻസ് തരാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. എക്സ്പെഷ്യലി നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി തരാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ശരിയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു സെക്കൻഡ് ടൈം ഹാപ്പിനെസ് ആയിരിക്കും എന്ന് പ്രത്യേകം ഇതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ആ ഒരു സെക്കൻഡ് ടൈം ഹാപ്പിനെസ് എന്നത് നിങ്ങളുടെ ലൈഫ് ലോങ് എനർജി ആകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങളിപ്പോ പാട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, ക്ലേ മേക്കിങ്ങിന് താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഡാൻസ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഡിഗ്രി സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പോസിബിൾ ആണ്. മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് പോസിബിൾ ആകുക. ഹി ഓർ ഷീ അവർ വന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ഇതൊക്കെ പോസിബിൾ ആകുമെന്ന് കാണുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ ഓരോ കൈൻഡ് ഓഫ് വിഷും ഫുൾഫിൽ ആകാനുള്ള സാധ്യതകൾ കാണുന്നതായിട്ട് ആണ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കൈൻഡ് ഓഫ് കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫിൽ ഫ്രീഡം ലഭിച്ചാൽ മതി എന്ന കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ വാട്ട് എവർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രീഡം ആണ് നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും വരുന്ന നാളുകളിൽ നിങ്ങൾക്ക് പോസിബിൾ ആകും. നിങ്ങൾ പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്താൽ മതി എന്ന കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആണ് കാണുന്നത്. ആൻഡ് ഓൾസോ എനിക്ക് കൈൻഡ് ഓഫ് മൂൺ എനർജിയും ഹാങ്ഡ് മാൻ എനർജിയും മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ആദ്യം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അതിനു വേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് പോസിറ്റീവ് ഔട്ട്ലുക്ക് കിട്ടും എന്നതാണ്. കാരണം എന്താണോ അതുപോലെ അറ്റ് എ ടൈം ഒരു കാര്യത്തിന് മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക, 2-3 കാര്യങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഡൻലി നിങ്ങളിൽ വന്നു ചേരും, പെട്ടെന്ന് തന്നെ അത് നിങ്ങളിൽ റീച്ച് ഔട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന അബണ്ടൻസ് പലപ്പോഴും അത് നല്ല രീതിയിൽ വിനിയോഗിക്കാനോ അത് ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനോ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. പലപ്പോഴും പല അവസരങ്ങളും പല അബണ്ടൻസും നിങ്ങൾക്ക് കിട്ടിയിട്ടും അതിനെ നശിപ്പിച്ചു കളയുന്നതും അത് ബിട്രേഡ് എനർജിയിൽ കൊണ്ടെത്തിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അബണ്ടൻസ് കിട്ടുന്നില്ല എന്നതല്ല, നിങ്ങൾ ചെയ്യുന്ന കർമ്മഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നതല്ല, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടും എനിക്ക് കിട്ടിയില്ല എന്നതല്ല, നിങ്ങൾ ഡിസേർവ്ഡ് ആയിട്ടുള്ള, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് ഓൾറെഡി നിങ്ങൾക്ക് ഗിവൺ ആണ്. നിങ്ങൾക്കത് കിട്ടുന്നില്ല എങ്കിൽ ഒരു പരിധി വരെ എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന എനർജിയെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ, നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനകത്ത് നല്ല ഡിസിഷൻസ് എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് നിങ്ങളുടെ മെയിൻ ഫോൾട്ട് ആയിട്ട് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളെ കുറ്റപ്പെടുത്തോ നിങ്ങളുടെ ഫോൾട്ട് ഇത് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്ന് ഞാൻ പറയുന്നതല്ല. പക്ഷെ ഇനിയെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഗ്രോത്ത് കിട്ടുന്നുണ്ട്, ഇനിയും നിങ്ങൾക്ക് ഗ്രോത്ത് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ വക കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അബണ്ടന്റ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ, നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ, നിങ്ങളുടെ വർക്ക് സൈഡിലുള്ള പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസയേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ഒക്കെ നിങ്ങൾക്കൊരു കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ള അബണ്ടൻസ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലൈഫ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലവ് ലൈഫ്, ലക്ഷറി, കരിയർ, ഇതെല്ലാം നിങ്ങൾക്ക് പോസിബിൾ ആണ്. പക്ഷെ നാളെ രാവിലെ കത്ത് വന്ന് ജോലിക്ക് ചേർന്ന് അബണ്ടന്റ് ആവാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അല്ലെങ്കിൽ നാളെ രാവിലെ ഒരു നല്ലൊരു പേഴ്സണെ കണ്ടുപിടിച്ച് അവരുമായിട്ട് നല്ലൊരു ഹാപ്പി മാരീഡ് ലൈഫ് ഉണ്ടാക്കാൻ ആർക്കും പറ്റില്ല. ഓക്കെ, അതിന് സമയമെടുക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സീറ്റിൽ ഓൾറെഡി ഒരാൾ കയറിയിരിപ്പുണ്ട്. അപ്പൊ ആ വ്യക്തിക്ക് ഡിസൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചതിന് ശേഷമേ നമ്മളെ അതിനകത്തേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് എന്തായാലും സമയമെടുക്കും. അപ്പൊ ആ സമയത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റിയും പോസിറ്റിവിറ്റിയും ഉണ്ടാകും. ആൻഡ് കൈൻഡ് ഓഫ് എ മെച്യൂർ രീതിയിലേക്ക് നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. ഇഫ് നിങ്ങൾ ഇപ്പോഴും മെച്യൂർലി ആക്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ
ഒരു മെച്ചോർ ഫേസിൽ നിങ്ങൾ ആകണം മെച്ചോർ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു മെച്ചോർ ഫേസിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒത്തിരി ഗ്രോത്ത് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ള മെസ്സേജ്. ഇത് കുറച്ച് കോംപ്ലക്സ് ആണ്, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള മെസ്സേജ് അല്ല ഞാനിത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണും. ഇവർക്കും ബൈ ബൈ. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാം. ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. എത്തിരിക്കും ബൈ.